ഹായ് ഫ്രണ്ട്സ്, സിനിമാ ലോകവും താരരാജാക്കന്മാരും രാജ്ഞിമാരൊക്കെ ഭാവനയുടെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം പ്രതിരോധത്തിലാണ്. രോഷാകുലരായിക്കൊണ്ടാണ് പല വേദികളും ഇപ്പോൾ ഈ 2-3 ദിവസങ്ങളായി പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ പല വിമർശനങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും എനിക്ക് എൻ്റെതായ ഒരു വിമർശന രീതി ഉള്ളതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട താരരാജാക്കന്മാരോട്, മമ്മൂട്ടി അടക്കമുള്ള ആളുകളോട് ചോദിക്കാനുള്ളത്, എനിക്കെന്നല്ല കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും ചോദിക്കാനുള്ളത്, നിങ്ങൾ ഒരു ഭാവനയുടെ കാര്യത്തിൽ മാത്രം ഇന്നലെ വലിയ രോഷാകുലരായിക്കൊണ്ട് വലിയ വലിയ ഡയലോഗുകളൊക്കെ അടിച്ചുകൊണ്ട് വരുന്നത് കാണുമ്പോൾ വളരെയധികം ലജ്ജ തോന്നുകയാണ്. കാരണം കേരളത്തിന്റെ തെരുവീതികളിൽ ആയിരക്കണക്കിന് പെൺകുട്ടികൾ ഇവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് അമ്മമാര്, പെങ്ങന്മാര് ഇവിടെ പേപ്പട്ടി വലിച്ചു കീറും പോലെ പിച്ച് ചീന്തിയിട്ടുണ്ട്. അപ്പോഴൊന്നുമില്ലാത്ത ഒരു രോഷം, അപ്പോഴൊന്നുമില്ലാത്ത വലിയ ഒരു താണ്ഡവം ഇന്നലെ ഒരു ഭാവനയുടെ കാര്യത്തിൽ മാത്രം നിങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ലജ്ജ തോന്നുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ ഡയലോഗ്, മമ്മൂട്ടി സാർ ഇന്നലെ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അഗ്നിയായി, അഗ്നികോളമായി, തേങ്ങാക്കൊലയായി. ഇതൊക്കെ വല്ല ആരെങ്കിലൊക്കെ എഴുതിയ സ്ക്രിപ്റ്റ് എടുത്ത് വല്ല സിനിമയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 4 ഫാൻസ് ചിലപ്പോൾ കൈയടിക്കാനുണ്ടായേക്കാം. പക്ഷേ ജീവിതത്തിൽ ഇതൊന്നും വില പോകുന്ന കാര്യമല്ല മമ്മൂട്ടി ഭായ്. നിങ്ങളൊന്നും മനസ്സിലാക്കുക, നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളാണ് നിങ്ങളൊക്കെയും. നിങ്ങളുടെ കുടുംബത്തിൽ വന്ന ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ നിങ്ങളിതിനെ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്നു. കേരളത്തിലെ ഒരുപാട് പെൺകുട്ടികൾ, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം 7 ദിവസം മുമ്പ് ഒരു 7 വയസ്സായ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആരും വായി തുറന്നതായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ നിരവധി ജിഷയടക്കമുള്ള നിരവധി പെൺകുട്ടികൾ ഇവിടെ പീഡിക്കപ്പെട്ടവരൊന്നും നിങ്ങളിവിടെ ശബ്ദിക്കുന്നതായിട്ട് ഞങ്ങൾ ആരും ഇവിടെ കണ്ടിട്ടില്ല. പിന്നെ ഒരു ഭാവനയുടെ കാര്യത്തിൽ മാത്രം ഇത്രയും രോഷാകുലനം വേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ചേച്ചി എന്നൊക്കെ ഇന്ന് പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഒരു പെൺകുട്ടിക്കും ഇതുപോലെ സംഭവിക്കാൻ പാടില്ല, നാം വളരെ ഉച്ചസ്വരത്തോടു കൂടി നാം എപ്പോഴും മുന്നിട്ടിറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗുകളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു ചേച്ചി. നമ്മുടെ മണിച്ചിത്രത്താഴ് എന്ന സിനിമയിൽ ചേച്ചി മറ്റേ ശോഭനക്ക് ഡബ്ബിങ് ചെയ്യുന്ന ഒരു രംഗമുണ്ട്, വിടമാട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഡയലോഗൊക്കെ ഇന്നല്ല അടിക്കേണ്ടത്. നിങ്ങൾ ഇവിടെ നിന്നാണോ നിങ്ങൾക്ക് മാനത്തിന്റെ വില എന്താണെന്ന് മനസ്സിലായത്, എന്താണ് സ്ത്രീത്വം എന്ന് മനസ്സിലായത് ഇന്നാണോ നിങ്ങൾക്ക്? കേരളത്തിന്റെ തെരുവീതികളിൽ ഒരുപാട് പെൺകുട്ടികൾ, ഒരുപാട് അമ്മമാര് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അന്നൊന്നും നിങ്ങൾക്ക് മാനം എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അർദ്ധനഗ്നയാക്കി ഫോട്ടോ എടുത്തു. ഈ അർദ്ധനഗ്നയല്ലാതെ ഇവള് എപ്പോഴാണ് ഈ പെൺകുട്ടികളൊക്കെ പൂർണ്ണ വസ്ത്രത്തോടു കൂടി എന്നാണ് സിനിമയിലൊക്കെ വന്നിട്ടുള്ളത്? ഇവര് പർദ്ദ ധരിച്ചുകൊണ്ടോ കന്യാസ്ത്രീ വേഷം ധരിച്ചുകൊണ്ടാണോ ഇവര് അഭിനയിക്കുന്നതൊക്കെ? എന്നും അർദ്ധയും പൂർണ്ണ നഗ്നതയോടുകൂടി തന്നെയാണ് ഈ പെൺകുട്ടികളൊക്കെ വരുന്നത്. രാത്രി 9 മണി സമയത്ത് ഒരു അന്യ പുരുഷന്റെ കൂടെ, ഒരു ഡ്രൈവറുടെ കൂടെ പുറത്തിറങ്ങാൻ ഒരു ഒറ്റയ്ക്ക് കാണിക്കുന്ന ഒരു പെണ്ണിന്റെ ചങ്കൂറ്റം അവിടെ വീട്ടിൽ അമ്മമാരില്ലേ, പെങ്ങന്മാരില്ലേ, അച്ഛനില്ലേ? അവർക്ക് ഇറങ്ങുമ്പോൾ ഒരാളെ കൂടെ കൂട്ടമായിരുന്നില്ലേ? ഏതെങ്കിലും ഒരു അന്യ ഡയറക്ടറുടെ വീട്ടിലേക്ക് കയറി ചെല്ലേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇതൊക്കെ നാടകമാണ്. നിങ്ങളുടെ സിനിമാ ലോകത്ത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന നാടകം. അത് സിനിമയിൽ നിങ്ങൾ അഭിനയിച്ച് കാണിച്ചാൽ ഞങ്ങൾ ചിലപ്പോൾ കൈയടിച്ചെന്ന് വരും, ആ സിനിമ പ്രോത്സാഹിപ്പിച്ചെന്ന് വരും. ജീവിതത്തിൽ ആരും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ അഗ്നിയായി, അഗ്നിഗോളമായി എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂട്ടിയൊന്നും വന്നുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതാദ്യം മനസ്സിലാക്കുക. നമ്മുടെ കേരളത്തിന്റെ തെരുവീതികളിൽ പിച്ചു ചീന്തക്കപ്പെട്ട ഓരോ പെൺകുട്ടിക്ക് വേണ്ടി ശബ്ദിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾ ഈ പറഞ്ഞ ഭാവനയും ആ ഒരു സ്ത്രീത്വത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തും. അല്ലാതെ ഒരു പെൺകുട്ടിക്ക് വേണ്ടി മാത്രം ശബ്ദമുയർത്തുമ്പോൾ അവിടെ ആരും നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ കേരളത്തിലെ ഒരു ജനങ്ങളും ഉണ്ടാവില്ല. നിങ്ങളുടെ സിനിമാ ലോകം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നൊരു ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. ബൈ.